മഹോത്സവത്തിൻ്റെ ഉദ്ഘാടകൻ ഏറെ ബഹുമാന്യനായ കവി ശ്രീ രാധാകൃഷ്ണൻ കാക്കശ്ശേരി അവർകൾ, ചൊൽക്കാഴ്ച അവതരിപ്പിക്കുന്ന മലയാളത്തിൻ്റെ പ്രിയ കവി പി രാമൻ, സ്വാഗതം ആശംസിച്ച ശ്രീ പ്രകാശ് ബാബു, ഈ പ്രോഗ്രാമിലെ കോർഡിനേറ്റർ എൻ ഹരീന്ദ്രൻ മാഷ്, നമ്മുടെ എല്ലാവരുടെയും ആദരവ് ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട അൻറ്റു മാഷ്, ആശംസകൾ അർപ്പിക്കുന്ന ശ്രീ ബിജു ബാലകൃഷ്ണൻ, ശ്രീ വല്ലച്ചിറ രാമചന്ദ്രൻ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മറ്റം നിവാസികളെ, സുഹൃത്തുക്കളെ. അധ്യക്ഷ പ്രസംഗം ഞാൻ നീട്ടുന്നില്ല, കാരണം നമുക്ക് ഉദ്ഘാടന പ്രഭാഷണവും ചൊൽക്കാഴ്ചയും കേൾക്കേണ്ടതുണ്ട്. അതിന് കൂടുതൽ സമയം ലഭിക്കുന്നതിന് വേണ്ടി അധ്യക്ഷ പ്രസംഗം ഞാൻ നീട്ടുന്നില്ല. ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനമാണ് എന്ന് നമുക്കറിയാം. മാതൃഭാഷയ്ക്ക് വേണ്ടി സമരം ചെയ്ത് ജീവൻ ബലിയർപ്പിച്ച 4 വിദ്യാർത്ഥികളുടെ ചരിത്രമാണ് ബംഗ്ലാദേശിലെ ധാക്ക സർവകലാശാലയിൽ മാതൃഭാഷയ്ക്ക് വേണ്ടി പോരാടി പട്ടാളത്തിൻ്റെ നിഷ്കരുണമായ വെടിയേറ്റ് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന 4 വിദ്യാർത്ഥികളുടെ ചരിത്രമാണ് പിന്നീട് ലോക മാതൃഭാഷാ ദിനമായി ഫെബ്രുവരി 21 ആചരിക്കാൻ കാരണമാകുന്നത്. അതുപോലെ മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള മറ്റൊരു പോരാട്ടത്തിൻ്റെ കഥയാണ് അൻറ്റു മാഷ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഭാഷാധ്യാപകൻ എന്ന നിലയിൽ മാത്രമല്ല, ഒരുപക്ഷെ അധ്യാപകൻ അല്ലായിരുന്നു എങ്കിലും അധ്യാപനം തൻ്റെ തൊഴിലായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ പോലും മാതൃഭാഷയ്ക്ക് വേണ്ടി എപ്പോഴും സമരം ചെയ്യുന്ന, ശബ്ദമുയർത്തുന്ന, പോരാടുന്ന ഒരു വ്യക്തിയായി അൻറ്റു മാഷ് മാറുമായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും എനിക്ക് തോന്നിയിട്ടുള്ളത്. അധ്യാപന രംഗത്തായാലും മറ്റ് ഇടങ്ങളിലായാലും എവിടെയും ഭാഷയ്ക്ക് വേണ്ടി, എന്തു പറയുമ്പോഴും ഭാഷയ്ക്ക് വേണ്ടി സംസാരിക്കുക, അതിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് നമ്മളെ ബോധ്യവാന്മാരാക്കുന്ന വിധത്തിൽ പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കുക, ഈ വിധത്തിൽ നിരന്തരമായ ഒരു പോരാട്ടത്തിൻ്റെ കഥയാണ് അൻറ്റു മാഷ് പറയുന്നത്. അൻറ്റു മാഷാണ് ദീർഘകാലത്തെ അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിച്ചുകൊണ്ട് ഈ മറ്റത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൻ്റെ, ദേശത്തിൻ്റെ, ജന്മനാടിൻ്റെ ആദരവ് ഏറ്റുവാങ്ങുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ഒരു റിട്ടയർമെൻറ്റ് ജീവിതത്തിന് ശേഷമുള്ള കാലം മറ്റൊരു പോരാട്ടത്തിൻ്റെ ചരിത്രമായി മാറട്ടെ, ജീവിതമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മലയാള മഹോത്സവം ഉദ്ഘാടനം ചെയ്യാനായി ഏറ്റവും ആദരണീയനായ കവി ശ്രീ രാധാകൃഷ്ണൻ കാക്കശ്ശേരി അവറുകളെ ഏറെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു.